ടാർജറ്റ് പ്രൈസ് 250 പറഞ്ഞത്. കറക്റ്റ് 266 വന്നിട്ടുണ്ട്. ഇതിൻ്റെ 266 രൂപ വന്നിട്ടുണ്ട്. ഒരു 200 നമ്മുടെ ടാർജറ്റ് പ്രൈസ് എന്ന് പറഞ്ഞത് 250 ആയിരുന്നു. ഒരു 286 ഒരു 11 മണി കൊണ്ട് തന്നെ വന്നിട്ടുണ്ട്. അതായത് ഒരു 11 മണിക്കാണ് നമുക്ക് ഈ ഒരു സ്റ്റോക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ലാഭം തന്നത്. പറഞ്ഞ കാര്യം 6 രൂപ കൂടുതൽ ലാഭം തന്നിട്ടാണ് ഈ സ്റ്റോക്ക് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയത്. അപ്പോൾ ഇന്ന് ഈ സ്റ്റോക്കിൻ്റെ ട്രേഡിൽ മേടിച്ചവർക്ക് അവൻ ലാഭമാണ്. ഇന്ന് ഡേറ്റ് ഏപ്രിൽ 9 ഞാൻ ഈ സ്റ്റോക്കിൻ്റെ ഇന്നലെ ഏപ്രിൽ 8 കിട്ടുകയാണ്. ഫസ്റ്റ് സ്റ്റോക്ക് 70 ഫീൽഡായിരുന്നു. 820 റെക്കോർഡ് പ്രൈസ് പറഞ്ഞെങ്കിലും 825 സ്റ്റാർട്ടിങ്. ആ ഒരു പ്രൈസ് മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം 868 വരെ നമുക്ക് കയറിയിട്ടുണ്ടായിരുന്നു. 868 വരെ കയറിയിട്ടുണ്ടായിരുന്നു. അതായത് അത്യാവശ്യം നല്ല രീതിക്ക് പറഞ്ഞാൽ നല്ല രീതിക്ക് പ്രോഫിറ്റ് മേടിക്കുന്ന ഒരു സ്റ്റോക്കാണ് ഇന്നത്തെ ഇൻട്രാട്രേഡിന് 70 ഫീൽഡ് എന്ന് പറഞ്ഞ സ്റ്റോക്ക്. അപ്പം ഇന്ന് ഏപ്രിൽ 9 ഇന്നലെയാണ് ഈ സ്റ്റോക്ക് സജസ്റ്റ് ചെയ്തത് ഏപ്രിൽ 8. അപ്പം ഈ മേടിച്ച് ഈ സ്റ്റോക്ക് മേടിച്ച് ഇൻട്രാട്രേഡ് ചെയ്തിട്ടുള്ള അത്യാവശ്യം നല്ല രീതിയിൽ ലാഭം മേടിക്കുന്ന സ്റ്റോക്കാണ്. മൂന്നാമതായി സജസ്റ്റ് ചെയ്ത സ്റ്റോക്കാണ് KRBL. എൻ്റെ റെക്കോർഡ് പ്രൈസ് 227 രൂപയാണ് പറഞ്ഞിട്ടുണ്ടെങ്കിലും പറഞ്ഞത് ടാർജറ്റ് പ്രൈസ് 286 ആണ് പറഞ്ഞത്. 277 വന്നിട്ടുണ്ട്. പക്ഷേ ടാർജറ്റ് പ്രൈസ് നമ്മൾ പറഞ്ഞിട്ട് വന്നില്ല. 283 വന്നുള്ള ഒരു 3 രൂപ വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ഈ സ്റ്റോക്ക് മേടിച്ചിട്ടുള്ള അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് നേടിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ പറഞ്ഞ 3 സ്റ്റോക്കും അതിൻ്റെ പറഞ്ഞ KRBL ICL അവധി ഫീൽഡും ഇന്ന് ഏപ്രിൽ 9 ഇൻട്രാട്രേഡ് ചെയ്തിട്ടുള്ള അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇന്നലെ ഇട്ട വീഡിയോയുടെ ലിങ്ക് കമന്റ് ബോക്സിൽ ആഡ് ചെയ്തേക്കാം.